ഇതിൻ്റെ ടോപ്പിക്കാണ് മിനിമൽ എൻക്യാപ്സുലേഷൻ, ജനറിക് റൂട്ടിംഗ് എൻക്യാപ്സുലേഷൻ, ഒപ്റ്റിമൈസേഷൻ, റിവേഴ്സ് ടണലിംഗ്, IPv6. എൻക്യാപ്സുലേഷൻ ഡാറ്റയെ ഒരു റൗട്ടറിൽ നിന്ന് വേറൊരു റൗട്ടറിലേക്ക് സെൻഡ് ചെയ്യുന്നത് ടണലിലൂടെയാണ്. ഇങ്ങനെ സെൻഡ് ചെയ്യുന്ന ഡാറ്റ എൻക്യാപ്സുലേറ്റ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. എൻക്യാപ്സുലേഷൻ്റെ ഡെഫിനിഷനാണ്: എൻക്യാപ്സുലേഷൻ is the mechanism of taking a packet consisting of a packet header and data and putting it into the data part of a new packet. സെൻഡ് ചെയ്യുന്ന ഡാറ്റ പാക്കറ്റ്സ് ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ഈ പിക്ചറിൽ ഒറിജിനൽ IP ഹെഡർ ഉണ്ട്, ഒറിജിനൽ ഡാറ്റയുണ്ട്. ഇത് കറസ്പോണ്ടിങ് നോഡ് സെൻഡ് ചെയ്യുന്ന പാക്കറ്റാണ്. ഈ പാക്കറ്റിനെ വേറൊരു പാക്കറ്റിനകത്തായിട്ടാണ് ഡെസ്റ്റിനേഷനിലേക്ക് അല്ലെങ്കിൽ മൊബൈൽ നോഡിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഇതിൽ ന്യൂ IP ഹെഡർ എന്നത് ന്യൂ പാക്കറ്റിൻ്റെ ഹെഡറാണ്. ന്യൂ ഡാറ്റയിൽ ആദ്യത്തെ പാക്കറ്റാണ് സെൻഡ് ചെയ്യുക. ടണലിൽ സെൻഡ് ചെയ്യുന്ന ന്യൂ പാക്കറ്റിൽ ഔട്ടർ ഹെഡർ ഉണ്ടാവും, ഇന്നർ ഹെഡർ ഉണ്ടാവും, ഡാറ്റ ഉണ്ടാവും. ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റയാണ്. ഇന്നർ ഹെഡർ എന്ന് പറയുന്നത് ഒറിജിനൽ പാക്കറ്റിൻ്റെ ഹെഡറാണ്. ഔട്ടർ ഹെഡർ ന്യൂ പാക്കറ്റിൻ്റെ ഹെഡറാണ്. ഡീക്യാപ്സുലേഷൻ എൻക്യാപ്സുലേഷൻ്റെ റിവേഴ്സ് ഓപ്പറേഷനാണ് ഡീക്യാപ്സുലേഷൻ. ഔട്ടർ ഹെഡറിനെ ഒഴിവാക്കി ന്യൂ ഡാറ്റയ്ക്ക് മാറ്റുന്നതാണ് ഡീക്യാപ്സുലേഷൻ. ഡീക്യാപ്സുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നർ ഹെഡറും ഒറിജിനൽ ഡാറ്റയായിട്ടുള്ള കറസ്പോണ്ടിങ് നോഡ് സെൻഡ് ചെയ്തിട്ടുള്ള പാക്കറ്റായിട്ട് മാറും. എൻക്യാപ്സുലേഷൻ്റെ വർക്കിംഗ് ആണിത്. കറസ്പോണ്ടിങ് നോഡ് ഉണ്ട് ഇതിൽ. ഡാറ്റ സെൻഡ് ചെയ്യുന്നത് കറസ്പോണ്ടിങ് നോഡാണ്. ഡെസ്റ്റിനേഷൻ നോഡാണ് മൊബൈൽ നോഡ്. കറസ്പോണ്ടിങ് നോഡ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത് പാക്കറ്റ്സ് ആയിട്ടാണ്. പാക്കറ്റിൻ്റെ ഫോർമാറ്റാണ് ഹെഡറും ഡാറ്റയും ഉണ്ടാവും. ഹെഡറിനകത്ത് സോഴ്സ് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സാണ് ഉണ്ടാവുക. ഈ കേസിൽ CN ആണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മൊബൈൽ നോഡിലേക്കാണ് സെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സോഴ്സ് അഡ്രസ്സ് കറസ്പോണ്ടിങ് നോഡും ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ മൊബൈൽ നോഡുമാണ്. ഈ പാക്കറ്റിനെ ഹോം ഏജൻറ്റിലേക്കാണ് സെൻഡ് ചെയ്യുന്നത്. ഹോം ഏജൻറ്റിലാണ് എൻക്യാപ്സുലേറ്റ് ചെയ്യുന്നത് ഡാറ്റേനെ. എൻക്യാപ്സുലേറ്റ് ചെയ്ത പാക്കറ്റിൻ്റെ ഫോർമാറ്റാണ് ഹെഡറും ഉണ്ടാവും, ഒറിജിനൽ IP പാക്കറ്റും ഉണ്ടാവും. ഹെഡറിനകത്ത് ഇപ്പോൾ പാക്കറ്റ് ഉള്ളത് ഹോം ഏജൻറ്റിലാണ്. അതുകൊണ്ട് തന്നെ സോഴ്സ് അഡ്രസ്സാണ് ഹോം ഏജൻറ്റ്. ഹോം ഏജൻറ്റിൽ നിന്ന് സെൻഡ് ചെയ്യുന്നത് കെയർ ഓഫ് അഡ്രസ്സിലേക്കാണ്. അപ്പോൾ ഹോം ഏജൻറ്റ് എൻക്യാപ്സുലേറ്റ് ചെയ്യുന്ന പാക്കറ്റ് ടണലിലൂടെ ഫോറിൻ ഏജൻറ്റിലെത്തും. ഫോറിൻ ഏജൻറ്റിലാണ് ഡീക്യാപ്സുലേറ്റ് ചെയ്യുന്നത്. ന്യൂ പാക്കറ്റിനെ കറസ്പോണ്ടിങ് നോഡ് സെൻഡ് ചെയ്തിട്ടുള്ള പാക്കറ്റായി മാറ്റുന്നതാണ് ഡീക്യാപ്സുലേഷൻ. ഡീക്യാപ്സുലേറ്റ് ചെയ്ത പാക്കറ്റിൻ്റെ സ്ട്രക്ചറാണ്: സോഴ്സ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് നോഡായിരിക്കും, ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ മൊബൈൽ നോഡ്, പിന്നെ ഡാറ്റ. എന്നിട്ട് ഈ പാക്കറ്റിനെയാണ് മൊബൈൽ നോഡിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് എൻക്യാപ്സുലേഷൻ. 3 ടൈപ്പ് ഓഫ് എൻക്യാപ്സുലേഷൻ ഉണ്ട്: IP in IP എൻക്യാപ്സുലേഷൻ, മിനിമൽ എൻക്യാപ്സുലേഷൻ, ജനറിക് റൗട്ടിംഗ് എൻക്യാപ്സുലേഷൻ. ഫസ്റ്റ് എൻക്യാപ്സുലേഷനാണ് IP in IP എൻക്യാപ്സുലേഷൻ. എൻക്യാപ്സുലേഷൻ്റെ വർക്കിങ്ങിലുള്ള പോലെയാണ് പാക്കറ്റ് ഫോർമാറ്റ്. ഔട്ടർ ഹെഡർ ഉണ്ട്, ഇന്നർ ഹെഡർ ഉണ്ട്, ഒറിജിനൽ ഡാറ്റ ഉണ്ട്. ടണലിൻ്റെ അകത്തൂടെ നമ്മൾ സെൻഡ് ചെയ്യുന്ന പാക്കറ്റിൻ്റെ ഫോർമാറ്റാണിത്. IP in IP എൻക്യാപ്സുലേഷൻ്റെ ഹെഡർ ഫോർമാറ്റാണ്. ഇതിൽ ഈ പിങ്ക് കളറിൽ കാണുന്നതാണ് ഔട്ടർ ഹെഡറിൻ്റെ ഫീൽഡാണ് കാണുന്നത്. തൊട്ട് താഴെയുള്ളതാണ് ഇന്നർ ഹെഡർ, പിന്നെ ഒറിജിനൽ ഡാറ്റ. ഇതിൽ ഫസ്റ്റ് ഫീൽഡാണ് VER ഫീൽഡ്. VER ആണ് വേർഷൻ, ഫിക്സഡ് ആണിത്. ഇത് 4 ആണ്. IHL ഇൻ്റർനെറ്റ് ഹെഡർ ലെങ്ത്. ഔട്ടർ ഹെഡറിൻ്റെ ലെങ്ത്താണ് 32 ബിറ്റ് വേർഡ്സിനാണ് യൂസ് ചെയ്യുന്നത്. TOS ടൈപ്പ് ഓഫ് സർവീസസ്. എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതാണ് TOSയിൽ കൊടുക്കുക. ഇന്നർ ഹെഡറിലുള്ള ടൈപ്പ് ഓഫ് സർവീസ് കോപ്പി ചെയ്തിട്ടാണ് ഔട്ടർ ഹെഡറിൽ യൂസ് ചെയ്യുന്നത്. ലെങ്ത്. കംപ്ലീറ്റ് എൻക്യാപ്സുലേഷൻ പാക്കറ്റിൻ്റെ ലെങ്ത്താണിത്. നെക്സ്റ്റ് ഫീൽഡാണ് IP ഐഡൻറ്റിഫിക്കേഷൻ. 16 ബിറ്റാണ്. ഡാറ്റേനെ ഫ്രാഗ്മെൻറ്റ്സ് ആക്കുന്നുണ്ട്. ഇത് ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് IP ഐഡൻറ്റിഫിക്കേഷൻ. ഫ്ലാഗ്സ്. ഫ്ലാഗ്സ് സാധാരണ 3 ബിറ്റ്സ് ആണ് ഉണ്ടാവുക. ഫസ്റ്റ് ബിറ്റ് റിസർവ്ഡ് ബിറ്റാണ്. സെക്കൻഡ് ബിറ്റ് ഡു നോട്ട് ഫ്രാഗ്മെൻറ്റ് ബിറ്റാണ്.
ഈ ഡു നോട്ട് ഫ്രാഗ്മെൻറ്റ് ബിറ്റ് എനേബിൾ ആണെങ്കിൽ ഡാറ്റനെ ഫ്രാഗ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. തേർഡ് ബിറ്റാണ് മോർ ഫ്രാഗ്മെൻറ്റ് ബിറ്റ്. ഇത് എനേബിൾ ആണെങ്കിൽ ഫർദറായിട്ട് വരുന്ന ഫ്രാഗ്മെൻറ്റേഷൻ നമുക്ക് എന്താ പറയുക പോസിബിൾ ആവും. നെക്സ്റ്റ് ആണ് ഫ്രാഗ്മെൻറ്റ് ഓഫ്സെറ്റ്. ഡാറ്റേനെ ഫ്രാഗ്മെൻറ്റ്സ് ആക്കും. എന്നിട്ട് ഇതിൽ നിന്ന് ഇപ്പോൾ ഏതെങ്കിലും സെൻറ്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫ്രാഗ്മെൻറ്റിനെ സെലക്ട് ചെയ്യണമെങ്കിൽ ഫ്രാഗ്മെൻറ്റ് ഓഫ്സെറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുക. TTL ടൈം ടു ലീവ് ആണ് TTL എന്ന് പറഞ്ഞ ഫുൾ ഫോം. കറൻറ്റ് നോഡിൽ നിന്ന് ഡെസ്റ്റിനേഷൻ നോഡിൽ എത്താൻ വേണ്ട ടൈമാണ് ടൈം ടു ലീവ്. IP and IP ടൈപ്പ് ഓഫ് പ്രോട്ടോക്കോൾ ആണിത്. നെക്സ്റ്റ് ആണ് IP ചെക്സം. ചെക്സം യൂസ് ചെയ്യുന്നത് ഇറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. സെൻഡ് ചെയ്യുന്ന ഡാറ്റയിൽ എന്തെങ്കിലും ഇറർ ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യും. പിന്നെ ഹോം ഏജൻറ്റിൻ്റെ IP അഡ്രസ്സാണ് കൊടുക്കുക. ഡെസ്റ്റിനേഷൻ അഡ്രസ്സായിട്ട് കെയർ ഓഫ് അഡ്രസ്സാണ് കൊടുക്കുക. നെക്സ്റ്റ് ഹെഡറാണ് ഇന്നർ ഹെഡർ. ഔട്ടർ ഹെഡറും ഇന്നർ ഹെഡറും തമ്മിൽ ഓൾമോസ്റ്റ് ഡിഫറൻസ് ഒന്നുമില്ല, ഓൾമോസ്റ്റ് സെയിം ആണ്. ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ ടൈം ടു TTLൽ ഡിഫറൻസ് ഉണ്ട്. പാക്കറ്റ് ഇന്നർ ഹെഡറിൽ എത്തുമ്പോൾ ടോട്ടൽ ടൈം ടു ലീവിൽ നിന്ന് 1 ഡിക്രിമെൻറ്റ് ചെയ്യും. പ്രോട്ടോക്കോൾ 4 ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ സോഴ്സ് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും ചേഞ്ച് ചെയ്യും. സോഴ്സ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് നോഡാണ്. ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ മൊബൈൽ നോഡാവും. ദെൻ ഒറിജിനൽ ഡാറ്റ സെൻഡ് ചെയ്യും. IP and IP എൻക്യാപ്സുലേഷൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ് IP and IPയിൽ ഫീൽഡൊക്കെ റിപ്പീറ്റ് ആവുന്നുണ്ട്. നെക്സ്റ്റ് ആണ് മിനിമൽ എൻക്യാപ്സുലേഷൻ. മിനിമൽ എൻക്യാപ്സുലേഷൻ ഒരു ഓപ്ഷണൽ എൻക്യാപ്സുലേഷൻ മെത്തേഡാണ്. ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഫീൽഡിൻ്റെ റിപ്പീറ്റേഷൻ ഒഴിവാക്കാനാണ് മിനിമൽ എൻക്യാപ്സുലേഷൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഫീൽഡാണ് TTL, IHL, TOS ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. മിനിമൽ എൻക്യാപ്സുലേഷനിൽ പ്രോട്ടോക്കോൾ സെറ്റ് ചെയ്യുന്നത് 55 ആണ്. ഫ്രാഗ്മെൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഫീൽഡ് ഇല്ല, കാരണം മിനിമൽ എൻക്യാപ്സുലേഷനിൽ ഫ്രാഗ്മെൻറ്റേഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ആണ് SBIT. SBIT എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കറൻറ്റ് നോഡിൻ്റെ അഡ്രസ്സ് നമുക്ക് എന്താ പറയുക റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിസർവ്ഡ് ഫീൽഡ് മസ്റ്റ് ബി 0 ആൻഡ് ആർ ഇഗ്നോർഡ് ഓൺ റിസപ്ഷൻ. ഇതാണ് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ ഉണ്ടാവും. തേർഡ് എൻക്യാപ്സുലേഷനാണ് ജനറിക് റൗട്ടിംഗ് എൻക്യാപ്സുലേഷൻ. കറൻറ്റ് നോഡ് സെൻഡ് ചെയ്യുന്ന പാക്കറ്റിനെ അതിൻ്റെ ന്യൂ പാക്കറ്റിൽ സെൻഡ് ചെയ്യും. അങ്ങനെയാണ് പാക്കറ്റിൻ്റെ ഫോർമാറ്റാണ് ഔട്ടർ ഹെഡർ, JRE ഹെഡർ, ഒറിജിനൽ ഡാറ്റ. ഔട്ടർ ഹെഡർ റെപ്രസെൻ്റ് ചെയ്യുന്നത് പിങ്ക് കളറിലാണ്. യെല്ലോ കളറിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് JRE ഹെഡറാണ്. ദെൻ ഇന്നർ ഹെഡർ ഡാറ്റ. ഔട്ടർ ഹെഡർ പ്രോട്ടോക്കോൾ JRE ആണ് യൂസ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ നമ്മൾ IP and IP എൻക്യാപ്സുലേഷനിൽ പറഞ്ഞത് തന്നെയാണ്. സോഴ്സ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ IP അഡ്രസ്സ് ഓഫ് ഹോം ഏജൻ്റ് ആണ്. ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് കൊടുക്കുന്നത് കെയർ ഓഫ് അഡ്രസ്സാണ്. നെക്സ്റ്റ് ഹെഡറാണ് JRE ഹെഡർ. IP and IPയിലും മിനിമൽ എൻക്യാപ്സുലേഷനിലും IP മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പക്ഷേ JREയിൽ അതർ നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോക്കോളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. JRE ഹെഡറിൽ CRKS എന്ന 4 ബിറ്റ്സ് ഉണ്ട്. ഇതെല്ലാം എനേബിൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് താഴെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഫീൽഡൊക്കെ വാലിഡ് ആവുള്ളൂ. C എന്ന് പറയുന്നത് ചെക്സം ആണ്. ഇറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് ചെക്സം യൂസ് ചെയ്യുന്നത്. R ഫീൽഡാണ് നെക്സ്റ്റ്. R ബിറ്റാണ്. ഓഫ്സെറ്റ് ആൻഡ് റൗട്ടിങ്ങിന് വേണ്ടിയിട്ടാണിത്. ഓഫ്സെറ്റ് എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ബൈറ്റ്സിലാണ്. ഫസ്റ്റ് സോഴ്സ് റൗട്ടിങ്ങിന് എൻട്രിക്ക് വേണ്ടിയിട്ടാണ് ഓഫ്സെറ്റ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസൊക്കെ പ്രസൻ്റ് ആണെന്ന് ചെക്ക് ചെയ്യും. നെക്സ്റ്റ് ഫീൽഡാണ് റൗട്ടിംഗ് ഫീൽഡ്. വേരിയബിൾ ലെങ്ത് ഉണ്ടാവും ഇതിൽ ആൻഡ് കണ്ടെയ്ൻസ് ഫീൽഡ് ഫോർ സോഴ്സ് റൗട്ടിംഗ്. C ബിറ്റ് ചെക്സമിൻ്റെ ബിറ്റ് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ R ബിറ്റും എനേബിൾ ചെയ്യണം. അതേപോലെ തന്നെ തിരിച്ചും R ബിറ്റ് എനേബിൾ ആണെങ്കിൽ C ബിറ്റ് എനേബിൾ ചെയ്തിട്ടുണ്ടാവണം.
നെക്സ്റ്റ് ആണ് കീ. കീ എന്ന് പറഞ്ഞാൽ കീ ഫീൽഡാണ്. എന്തെങ്കിലും ഒതൻറ്റിക്കേഷനൊക്കെ സെൻഡ് ചെയ്യണമെങ്കിൽ കെ ബിറ്റ് എനേബിൾ ചെയ്യും. എസ് ബിറ്റ് സീക്വൻസ് നമ്പറിന് വേണ്ടിയിട്ടാണ് എസ് ബിറ്റ് യൂസ് ചെയ്യുന്നത്. പാക്കറ്റ്സ് ഡീക്യാപ്സുലേറ്റ് ചെയ്യുമ്പോൾ പാക്കറ്റിൻ്റെ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് സീക്വൻസ് നമ്പർ. സ്മോൾ ലെറ്റർ എസ്. സ്മോൾ ലെറ്റർ എസ് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് സോഴ്സ് റൗട്ടിംഗ് ആണ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഫീൽഡാണ് REC, റിക്രഷൻ കൺട്രോൾ ഫീൽഡ്. മിനിമം എൻക്യാപ്സുലേഷനിലും IP എൻക്യാപ്സുലേഷനെയും JR ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മേജറായിട്ടുള്ളൊരു ഡിഫറൻസാണ് REC ഫീൽഡ്. ഈ ഫീൽഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു കൗണ്ടറാണ്. അതിൽ അലോ ചെയ്തിട്ടുള്ള റിക്രസീവ് എൻക്യാപ്സുലേഷൻ്റെ നമ്പേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഒരു പാക്കറ്റ് വരുമ്പോൾ എൻക്യാപ്സുലേറ്റർ ചെക്ക് ചെയ്യും ഈ ഫീൽഡ് 0 ആണെന്ന്. 0 അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള എൻക്യാപ്സുലേഷൻ അലോ ചെയ്യും. പാക്കറ്റ് എൻക്യാപ്സുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫീൽഡിൽ നിന്ന് 1 ഡിക്രിമെൻ്റ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് ആണ് RSV, റിസർവ്ഡ് ഫീൽഡാണ്. റിസർവ്ഡ് ഫീൽഡ് മസ്റ്റ് ബി 0 ആൻഡ് ആർ ഇഗ്നോർഡ് ഓൺ റിസപ്ഷൻ. നെക്സ്റ്റ് വേർഷനാണ്. വേർഷൻ ഫീൽഡ് കണ്ടെയ്ൻ 0 ഫോർ JRE വേർഷൻ. വേർഷൻ ഫീൽഡ് JRE ഹെഡറിന് എപ്പോഴും 0 ആയിരിക്കും. നെക്സ്റ്റ് ഫീൽഡാണ് പ്രോട്ടോക്കോൾ. JRE ഹെഡർ ഫോളോ ചെയ്യുന്ന പ്രോട്ടോക്കോൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീൽഡാണ് പ്രോട്ടോക്കോൾ. JRE ഹെഡറിൽ സോഴ്സ് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും ഒന്നുമില്ല. നെക്സ്റ്റ് ആണ് ഇന്നർ ഹെഡർ. ഇന്നർ ഹെഡർ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെയിം ആണ്. പിന്നെ ഡാറ്റയും. സിംപ്ലിഫൈഡ് ഹെഡർ ഓഫ് JRE ആണിത്. ഇതിൽ 4 ബൈറ്റ്സ് ആണുള്ളത്. റിസർവ്ഡ് ചെക്സം ഉണ്ട്, വേർഷൻ ഉണ്ട്, പ്രോട്ടോക്കോളൊക്കെയാണ് ഉള്ളത്. ബാക്കിയൊക്കെ സെയിം ആണ്. നെക്സ്റ്റ് ആണ് ഒപ്റ്റിമൈസേഷൻ. ഇൻഎഫിഷ്യൻറ്റ് ബിഹേവിയർ ഓഫ് എ നോൺ ഒപ്റ്റിമൈസ്ഡ് മൊബൈൽ IP ഈസ് കോൾഡ് ട്രയാങ്കുലർ റൗട്ടിംഗ്. ട്രയാങ്കുലർ റൗട്ടിങ്ങിന് 3 സെഗ്മെൻറ്റ്സ് ഉണ്ട്. CN to HA, HA to COA, MN back to CN. എക്സാമ്പിളാണ്, ഇപ്പോൾ അമേരിക്കയിൽ വെച്ചിട്ടൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ മീറ്റിങ്ങിൽ ഒരു ഇന്ത്യനും ഒരു ജർമ്മനും പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ ഒരു പാക്കറ്റ് ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ട് ജർമ്മനി സെൻഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഡാറ്റ ആദ്യം ജർമ്മൻ്റെ ഹോം ഏജൻറ്റിലേക്കാണ് സെൻഡ് ആവുക. ഹോം ഏജൻറ്റ് ഡാറ്റേനെ എൻക്യാപ്സുലേറ്റ് ചെയ്തിട്ട് കെയർ ഓഫ് അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യും. ജർമ്മൻ്റെ കെയർ ഓഫ് അഡ്രസ്സിൽ ഇപ്പോൾ ഉള്ളത് അമേരിക്കയിലാണ്. അങ്ങനെ ഫൈനലി ഡാറ്റ ജർമ്മൻ്റെ അടുത്തെത്തും. ശരിക്കും നോക്കുകയാണെങ്കിൽ ലാപ്ടോപ്പ്സ് തമ്മിൽ മീറ്റേഴ്സിന് ഡിഫറൻസേ ഉള്ളൂ. ഇതിനെയാണ് ട്രയാങ്കുലർ റൗട്ടിംഗ് എന്ന് പറയുന്നത്. അതാണ് ഈ ഡയഗ്രത്തിൽ പറയുന്നത്. ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ ഒപ്റ്റിമൈസേഷനാണ് ബെസ്റ്റ് വേ. ഇപ്പം മൊബൈൽ നോഡിൻ്റെ കറൻറ്റ് ലൊക്കേഷൻ കറൻറ്റ് നോഡിൻ്റെ അടുത്തുണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും. ബൈൻഡിങ് ക്യാഷ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊബൈൽ നോഡിൻ്റെ കറൻറ്റ് ലൊക്കേഷൻ CNന് കിട്ടും. ബൈൻഡിങ് ക്യാഷ് CNൻ്റെ ലോക്കൽ റൗട്ടിംഗ് ടേബിളിൻ്റെ പാർട്ടാണ് ബൈൻഡിങ് ക്യാഷ്. ഒപ്റ്റിമൈസ്ഡ് മൊബൈൽ IP പ്രോട്ടോക്കോളിൽ 4 അഡീഷണൽ മെസ്സേജസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് മെസ്സേജാണ് ബൈൻഡിങ് റിക്വസ്റ്റ്, ബൈൻഡിങ് അപ്ഡേറ്റ്, ബൈൻഡിങ് അക്നോളജ്മെൻറ്റ്, ബൈൻഡിങ് വാർണിംഗ്. ബൈൻഡിങ് റിക്വസ്റ്റ്, ഏതെങ്കിലും ഒരു നോഡിന് മൊബൈൽ നോഡിൻ്റെ കറൻറ്റ് ലൊക്കേഷൻ വേണമെങ്കിൽ ഹോം ഏജൻറ്റിലേക്ക് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ആണ് ബൈൻഡിങ് അപ്ഡേറ്റ്. ഹോം ഏജൻറ്റ് റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഹോം ഏജൻറ്റ് ചെക്ക് ചെയ്യും മൊബൈൽ നോഡിന് കറൻറ്റ് ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ബൈൻഡിങ് അപ്ഡേറ്റ് തിരിച്ച് സെൻഡ് ചെയ്യും. ബൈൻഡിങ് അക്നോളജ്മെൻറ്റ്, ബൈൻഡിങ് അപ്ഡേറ്റ് കിട്ടിയാൽ ഹോം ഏജൻറ്റിലേക്ക് അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യും. ബൈൻഡിങ് വാർണിംഗ് മെസ്സേജ്, തെറ്റായ ഫോറിൻ ഏജൻ്റാണ് പാക്കറ്റിനെ ഡീക്യാപ്സുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ബൈൻഡിങ് വാർണിംഗ് മെസ്സേജ് സെൻഡ് ചെയ്യും. ഫോറിൻ ഏജൻസ് ആണ് പാക്കറ്റ്സിനെ ഡീക്യാപ്സുലേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിളാണിത്. ഇതിൽ കറൻറ്റ് നോഡിൽ നിന്ന് മൊബൈൽ നോഡിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യണം.
അങ്ങനെയാണെങ്കിൽ കറൻറ്റ് നോഡ് ഹോം ഏജൻറ്റിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കും. മൊബൈൽ നോഡിന് കറൻറ്റ് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് മെസ്സേജ് തിരിച്ച് സെൻഡ് ചെയ്യും. എന്നിട്ട് ഡാറ്റ ഡയറക്റ്റായിട്ട് മൊബൈൽ നോഡിലേക്ക് സെൻഡ് ആവും. ഇതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് എന്ന് പറയുന്നത് മൊബൈൽ നോഡ് ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മൊബൈൽ നോഡ് ഫോറിൻ ഏജൻറ്റ് ന്യൂവിനെ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറിൻ ഏജൻറ്റ് ഓൾഡിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറിൻ ഏജൻറ്റ് ഓൾഡും ഫോറിൻ ഏജൻറ്റ് ന്യൂവിലേക്ക് അക്നോളജ്മെൻറ്റ് പാസ് ചെയ്യും. എന്നിട്ട് ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പം ഫോറിൻ ഏജൻറ്റ് ഓൾഡും കറൻറ്റ് നോഡിന് ബൈൻഡിങ് വാർണിംഗ് മെസ്സേജ് സെൻഡ് ചെയ്യും. ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടായിരിക്കും മെസ്സേജ് സെൻഡ് ചെയ്യുക. കറൻറ്റ് നോഡ് ഫോറിൻ ഏജൻറ്റ് ഓൾഡിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു വാർണിംഗ് മെസ്സേജ് തിരിച്ച് സെൻഡ് ചെയ്ത് കൊടുത്തത്. നെക്സ്റ്റ് ഇതിൽ കറൻറ്റ് നോഡ് ഹോം ഏജൻറ്റിന് റിക്വസ്റ്റ് കൊടുക്കും. അവിടെ നിന്ന് അപ്ഡേറ്റ് തിരിച്ചു കിട്ടും. അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യുകയും ചെയ്യും. തിരിച്ച് FA ന്യൂവിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യും. അവിടെ നിന്ന് മൊബൈൽ നോഡിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യും. ഇതാണ് ഈ ഡയഗ്രാം പറയുന്നത്. നെക്സ്റ്റ് ആണ് റിവേഴ്സ് ടണലിംഗ്. ടണലിങ്ങിൽ CN to MN ആണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. പക്ഷേ റിവേഴ്സ് ടണലിങ്ങിൽ MN to CN ആണ് ഡാറ്റ സെൻഡ് ചെയ്യുക. മൊബൈൽ IPയും ടണലിങ്ങിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പ്രോബ്ലമാണ് ഫയർവാൾ, മൾട്ടികാസ്റ്റ്, TTL ടൈം ടു ലീവ്. ഫയർവാൾ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഫയർവാൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. മലീഷ്യസ് അഡ്രസ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് ഫയർവാൾ യൂസ് ചെയ്യുന്നത്. ഒരു ഫോറിൻ നെറ്റ്വർക്ക് ഉണ്ട്, അതിൽ ഫോറിൻ ഏജൻറ് ഉണ്ട്. അതിനോട് കണക്ട് ചെയ്തിട്ടാണ് ഫയർവാൾ ഉണ്ടാവുക. പാക്കറ്റ് ഫോറിൻ നെറ്റ്വർക്കിലേക്ക് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴൊക്കെ ഫയർവാളിനെ ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. ടോപ്പോളജിക്കലി കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സിനെ മാത്രമേ ഫയർവാൾ പാസ് ചെയ്യുള്ളൂ. ഇപ്പോൾ മൊബൈൽ നോഡ് ഫോറിൻ നെറ്റ്വർക്കിൽ നിന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ പാക്കറ്റിനെ സെൻഡ് ചെയ്യുമ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവും. കാരണം ഫോറിൻ നെറ്റ്വർക്കിലേക്ക് മാത്രമേ ഡാറ്റ സെൻഡ് ചെയ്യുള്ളൂ. ഇതാണ് ഫസ്റ്റ് ഇഷ്യൂ ഫയർവാളിൽ വരുന്നത്. ഇതിന് സൊല്യൂഷനാണ് ഇപ്പോൾ നമ്മൾ റിവേഴ്സ് ടണലിംഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഫയർവാൾ ഇഷ്യൂവിന് ഒരു സൊല്യൂഷൻ കിട്ടും. റൗട്ടർ ടോപ്പോളജിക്കലി കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സിനെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ റിവേഴ്സ് ടണലിങ്ങിൽ ടോപ്പോളജിക്കലി കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സ് കിട്ടും. അപ്പോൾ സോഴ്സ് അഡ്രസ്സ് മൊബൈൽ നോഡാകുമ്പോൾ പാക്കറ്റ്സ് എൻക്യാപ്സുലേറ്റ് ചെയ്യുന്നത് ഫോറിൻ ഏജൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫയർവാൾ ആ ഡാറ്റേനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ആണ് മൾട്ടികാസ്റ്റ്. മൾട്ടികാസ്റ്റിംഗ് ഈസ് ദ സെക്കൻഡ് ഇഷ്യൂ. ഒരു നെറ്റ്വർക്കിൽ ഗ്രൂപ്പ് ഓഫ് നോഡ്സ് ഉണ്ടാവും. ഇപ്പോൾ ഒരു പാക്കറ്റ് സെൻഡ് ചെയ്യുമ്പോൾ ഈ ഗ്രൂപ്പിലുള്ള എല്ലാ നോഡ്സിനും പാക്കറ്റ് ഡെലിവർ ആവും. മൾട്ടികാസ്റ്റ് ഗ്രൂപ്പിന് ഗ്രൂപ്പ് ID ഉണ്ട്. ഈ IDനെ ഡെസ്റ്റിനേഷൻ ID ആക്കി മാറ്റും. പാക്കറ്റ്സ് സെൻഡ് ചെയ്യുമ്പോൾ ഹോം നെറ്റ്വർക്കിൽ ഒരു മൾട്ടികാസ്റ്റ് ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹോം നെറ്റ്വർക്കിൽ ഒരു മൾട്ടികാസ്റ്റ് ഗ്രൂപ്പിലേക്കും അതുപോലെ തന്നെ വേറൊരു സബ് നെറ്റ്വർക്കിലുള്ള നോഡിലേക്കും നമുക്കൊരു ഡാറ്റ സെൻഡ് ചെയ്യണം. മൾട്ടികാസ്റ്റിൻ്റെ ഗ്രൂപ്പിലേക്ക് പാക്കറ്റ് സെൻഡ് ആവും. പക്ഷേ പുറത്തുള്ള സബ് നെറ്റിലേക്കും എന്താ പറയുക ഡാറ്റ സെൻഡ് ആവില്ല. ഇതാണ് സെക്കൻഡ് പ്രോബ്ലം, മൾട്ടികാസ്റ്റ് പ്രോബ്ലം. മൾട്ടികാസ്റ്റ് പ്രോബ്ലത്തിന് സൊല്യൂഷനാണ് ഇപ്പം നമ്മൾ റിവേഴ്സ് ടണലിംഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ സബ് നെറ്റ്വർക്കിൻ്റെ പുറത്തുനിന്നുള്ള പാക്കറ്റ് സെൻഡ് ചെയ്യുക. കാരണം കെയർ ഓഫ് അഡ്രസ്സാണ് സോഴ്സ് അഡ്രസ്സ്. അപ്പോൾ ഹോം ഏജൻറ്റിൻ്റെ പാക്കറ്റ്സിനെ ഡീക്യാപ്സുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് മൾട്ടികാസ്റ്റ് ഗ്രൂപ്പിൻ്റെ പാർട്ടായിട്ടുള്ള നോഡാണ്. എന്നിട്ട് പാക്കറ്റ്സ് ഡെസ്റ്റിനേഷനിൽ ഡെലിവർ ആവും. ഇതാണ് മൾട്ടികാസ്റ്റ് ഇഷ്യൂവിൻ്റെ സൊല്യൂഷൻ. നെക്സ്റ്റ് ആണ് TTL. TTL എന്ന് പറഞ്ഞാൽ ടൈം ടു ലീവാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ TTL എന്ന് പറഞ്ഞാൽ നമ്മൾ 5 എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യും. അപ്പോൾ 5 ഹോപ്പിൽ പാക്കറ്റ് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിൽ എത്തണം. ഇപ്പോൾ മൊബൈൽ നോഡ് ഹോം നെറ്റ്വർക്കിൽ നിന്ന് ഫോറിൻ നെറ്റ്വർക്കിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 5 ഹോപ്പ് കൊണ്ട് ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റില്ല. അപ്പോൾ ഡെസ്റ്റിനേഷനിൽ എത്തണമെങ്കിൽ ടൈം ടു ലീവ് ഇൻക്രീസ് ചെയ്തേ പറ്റൂ. അപ്പം TTL മോഡിഫൈ ചെയ്യണം.
അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ TTL = 5+3 എന്ന് പറഞ്ഞാൽ മോഡിഫൈ ചെയ്തു. അപ്പോൾ പുതിയ ലൊക്കേഷനിലെത്തും, പക്ഷേ പാക്കറ്റ് പുതിയ ലൊക്കേഷനിലെത്തും. പക്ഷേ IP-യിൽ TTL മോഡിഫൈ ചെയ്യുന്നത് അലോ ചെയ്യുന്നില്ല. മൊബൈൽ IP ട്രാൻസ്പെറൻ്റ് ആവില്ല. ഇതാണ് ലാസ്റ്റ് പ്രോബ്ലം. ഇതിൻ്റെ സൊല്യൂഷനാണ് റിവേഴ്സ് ടണലിങ്ങിൽ ടൈം ടു ലീവ് എപ്പോഴും 1 ആണ് സെറ്റ് ചെയ്യുക. അപ്പം സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ ഒരു ഹോപ്പ് മതി. ഇങ്ങനെ TTLൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ട്. ഈ ഡയഗ്രാമാണ് റിവേഴ്സ് ടണലിങ്ങിൻ്റെ ഡയഗ്രാം. ഇതിൽ മൊബൈൽ നോഡ് ഫോറിൻ ഏജൻറ്റിലേക്ക് ഒരു പാക്കറ്റ് സെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് FA ആ പാക്കറ്റ് ടണലിലൂടെ ഹോം ഏജൻറ്റിലേക്ക് എത്തും. എന്നിട്ട് അവിടുന്ന് അത് ഡീക്യാപ്സുലേറ്റ് ചെയ്യും. എന്നിട്ട് അത് കറസ്പോണ്ടിങ് നോഡിലേക്ക് സെൻഡ് ചെയ്യും. ഇതാണ് റിവേഴ്സ് ടണലിങ്. നെക്സ്റ്റ് ആണ് IPv6. മൊബൈൽ IP ഡിസൈൻ ചെയ്തിട്ടുള്ളത് IP വേർഷൻ 4 വേണ്ടിയിട്ടാണ്. IPv6-ൽ മൊബിലിറ്റി സപ്പോർട്ട് ഫ്രീ ആണ്. ഇതിൽ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്. നോഡ്സിൽ ഓട്ടോ കോൺഫിഗറേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IPv6-ൽ ഫോറിൻ ഏജൻറ്റ് ആവശ്യമില്ല. അതേപോലെ തന്നെ ഇതിൽ ഫയർവാൾ പ്രോബ്ലംസും പ്രൈവസി പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യുന്നില്ല. അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു മെത്തഡൊന്നും IPv6-ലില്ല. IPv6 നോഡിന് ബൈൻഡിങ് അപ്ഡേറ്റ്സ് വേറെ നോഡിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മൊബൈൽ നോഡിന് CNലേക്ക് ഡയറക്റ്റായിട്ട് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും. ഇതാണ് IPv6.